അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് പാർട്സ് അല്ലെങ്കിൽ ഭാഗങ്ങൾ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 78. അതിൽ ഒരു 4-5 ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ദി പെരിമീറ്റർ ഓഫ് എൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഈസ് 12.9 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്? അല്ലേ, അതായത് ഒരു സമഭുജ ത്രികോണം അതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ്? 12.9 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അതിൽ ഒരു സമഭുജ ത്രികോണം അല്ലേ, ഒരു സമഭുജ ത്രികോണം 3 സൈഡുകളും ഈക്വൽ ആണ്. അതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ്? 12.9 സെന്റിമീറ്റർ അല്ലേ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. ഇനി നാം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓരോ വശത്തിൻ്റെ നീളം എത്രയായിരിക്കും അല്ലേ. അപ്പോൾ സമഭുജ ത്രികോണമാണ്, അതുകൊണ്ട് എന്തായിരിക്കും? 3 വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ നാം എന്ത് വേണം? ഈ 12.9 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് വൺ സൈഡ് അല്ലേ, ലെങ്ത് ഓഫ് വൺ സൈഡ്, അതായത് ഒരു വശത്തിൻ്റെ നീളം അപ്പോൾ ഒരു വശത്തിന് നീളം കിട്ടുന്ന നാം എന്ത് വേണം? 12.9 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. ഇവിടെ നമുക്ക് ഈ 12.9/3 ചെറിയ ഒരു മാറ്റം വരുത്തുന്നു. എന്താണ് മാറ്റം? നമുക്കിതിനെ 12.9 ഇൻറ്റു 1/3 എന്നെഴുതുന്നു. /3 ഇൻറ്റു 1/3. അപ്പോൾ ഇവിടെ /3 തന്നെയാണ് ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാലും. ഇവിടെ നമുക്ക് നോക്കിയാൽ 12.9 നമുക്ക് എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 3 കൊണ്ടാണ് ഹരിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ നമുക്ക് 12.9 3/2 കൊണ്ടാണ് ഹരിക്കണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്താൽ മതി? മറിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും ഇതിനെ? 12.9 ഹരിക്കണം ഇൻറ്റു 3/2 2/3 മാറി. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതേ രൂപത്തിൽ 12.9 ഹരിക്കണം 3 അല്ലേ. അപ്പോൾ 3 ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. 3 നോക്കിയാൽ 3 നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3ന്റെ അടിയിൽ എപ്പോഴും എന്തുണ്ട്? ഒരു 1 ഉണ്ട് അല്ലേ. ആ 1 നമ്മൾ ഇടാറില്ല, ഇടേണ്ട ആവശ്യമില്ല അല്ലേ. പക്ഷേ ഇതിൻ്റെ അടിയിൽ ശരിക്കും ഒരു 1 കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെന്ത് ചെയ്യാം? 12.9 ഹരിക്കണം 3 12.9 ഹരിക്കണം എന്നുള്ള ഇൻറ്റു വ്യുൽക്രമം നമ്മൾ റെസിപ്രോക്കൽ പഠിച്ചാണ് അല്ലേ. അപ്പോൾ 3 നമുക്ക് എന്ത് എഴുതാം? മറിച്ചിടാം, അതായത് 1/3. മനസ്സിലായില്ലേ? അപ്പോൾ അത് തന്നെയാണ് നാം ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങളും അത് തന്നെയാണ് നാം ചെയ്യുക. അപ്പോൾ അവിടെ ഇത്ര വിശദീകരിക്കില്ല, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മാറ്റി എഴുതും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 12.9 ഇൻറ്റു 1/3 കിട്ടി അല്ലേ. ഇനി നാം സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാലോ. 12.9 അല്ലേ, അതിനെ നാം എന്താക്കണം? ഭിന്നസംഖ്യയാക്കണം. എങ്ങനെയാക്കും? 129 ബൈ ഇൻറ്റു 1/3. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഏതൊക്കെ ഉണ്ട്? 129 ഇൻറ്റു 1 അല്ലേ, അതാണ് മുകളിൽ കിടക്കുന്നത്. അടിയിലോ 10 ഇൻറ്റു 3. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 129 ഇൻറ്റു 1 129 തന്നെ, അതിനെ 10 ഇൻറ്റു 3 30 കൊണ്ട് ഹരിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ 10 കൊണ്ട് ഹരിക്കാം, അപ്പോൾ ഒരു ഉത്തരം കിട്ടും. അതിനെ നാം 3 കൊണ്ട് ഹരിക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കാം, ആ കിട്ടുന്ന ഉത്തരത്തെ 10 കൊണ്ട് ഹരിക്കാം അല്ലേ. അല്ലെങ്കിൽ 10 ഇൻറ്റു 3 30 കൊണ്ട് ഒരുമിച്ച് ഹരിക്കാം. അപ്പോൾ ഏത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഈസി മെത്തേഡ് ഏതാണ്? 10ൽ 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 10 നിൽക്കട്ടെ. 129 നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 129 ഹരിക്കണം 3. ഹരിക്കാൻ അറിയാലോ എല്ലാവർക്കും. 1 പോവില്ല, 12 എത്ര പ്രാവശ്യം പോവും? 4 അല്ലേ. 4 ഇൻറ്റു 3 12. അപ്പോൾ ഇവിടെ ബാക്കിയൊന്നുമില്ല. ഇനി 9 നമ്മൾ ഇറക്കിട്ടു. ഇനി 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 അല്ലേ. 3 ഇൻറ്റു 3 9. അപ്പോൾ 0. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടി? 43 അല്ലേ. അപ്പോൾ നമുക്ക് 43 ഉത്തരം കിട്ടി. ഇതിപ്പോൾ നമ്മൾ 129 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതാ ചെയ്തിട്ടുള്ളൂ. ഇനി 10 കിടക്കുന്നുണ്ട്, ആ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ കിട്ടിയ ഉത്തരത്തെ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം നീക്കി നമ്മൾ കുത്തിട്ടു, പോയിന്റ് ഇട്ടു. അപ്പോൾ 4.1 മനസ്സിലായില്ലേ? സെൻറ്റിമീറ്റർ. ഇതാണ് ഒരു വശത്തിൻ്റെ നീളം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം.
എന്താണ് രണ്ടാമത്തെ ചോദ്യം? 16.5 kilograms ഓഫ് റൈസ് വാസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 5 പീപ്പിൾ. ഹൗ മെനി കിലോഗ്രാം ഡിഡ് ഈച്ച് ഗെറ്റ്? അതായത് 16.5 കിലോ അരി എത്ര പേർക്ക്? 5 പേർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര അരി കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ നാം എന്ത് വേണം? ആകെ എത്ര കിലോ അരി ഉണ്ട്, അതിനെ എത്ര പേർക്ക് ഡിവൈഡ് ചെയ്തു? 5 പേർക്ക് അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ആകെ അരിയുടെ അളവ് അല്ലേ? അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ്, അതായത് ആകെയുള്ള അരിയുടെ അളവ് എത്രയാണ്? ആകെയുള്ള അരിയുടെ അളവ് 16.5 കിലോഗ്രാം. ഇനി ക്വാണ്ടിറ്റി ഓഫ് റൈസ് ദാറ്റ് ഈച്ച് വൺ ഗോട്ട്, അതായത് ഓരോരുത്തർക്കും ലഭിച്ച അരി. ഓരോരുത്തർക്കും എത്ര അരി ലഭിച്ചു? 16.5നെ എത്ര പേർക്ക് ഡിവൈഡ് ചെയ്തു? 5 പേർക്ക് അല്ലേ? 5. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിനെ മാറ്റി എഴുതാം. അങ്ങനെ എഴുതാം 16.5/5നെ ഇൻറ്റു 1/5. അത് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 16.5 എന്താക്കാം? ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം അല്ലേ? അതായത് 165 എത്രയാണ്? ഒരു സ്ഥാനം അല്ലേ? അതുകൊണ്ട് 10 ഇൻറ്റു 1/5. 10നെ അവിടെ നിർത്താം. എന്നിട്ട് എന്ത് ചെയ്യാം? 5 കൊണ്ട് ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ 165 ഹരിക്കണം 5. 1 പോവില്ല. പിന്നെ എത്രയാണ്? 16. 16ൽ എത്ര പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 പ്രാവശ്യം. 3 ഇൻറ്റു 5 15. ബാക്കി 1. 5ന് അരക്കിട്ടു. ഇനി 15ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 അല്ലേ? 3 ഇൻറ്റു 5 15. അപ്പോൾ നമ്മൾ 165ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? 33 കിട്ടി. ഇനി എന്ത് വേണം? 10 ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് വേണം? ഒരു സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇട്ടു. അപ്പോൾ 3.3. അപ്പോൾ ഓരോരുത്തർക്കും എത്ര അരി വെച്ച് കിട്ടി? 3.3 കിലോഗ്രാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. എന്താണ് ചോദ്യം? ഒരു വലിയ പാത്രത്തിൽ എന്തുണ്ട്? വെളിച്ചെണ്ണയുണ്ട്. എത്ര വെളിച്ചെണ്ണ ഉണ്ട്? 25.2 ലിറ്റർ വെളിച്ചെണ്ണ അല്ലേ? അത് തുല്യ അളവിൽ 6 പാത്രങ്ങളിലായിട്ട് നിറച്ചു കഴിഞ്ഞാൽ ഓരോ പാത്രത്തിലും എത്ര അളവുണ്ട്? നാം എന്ത് വേണം? മൊത്തം അളവ് എത്രയാണ്? 25.2. അതിനെ എത്ര പാത്രങ്ങളിലാക്കി? 6 പാത്രം അല്ലേ? അപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം വലിയ പാത്രത്തിലെ വെളിച്ചെണ്ണയുടെ അളവ്. ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇൻ ദി ലാർജ് വെസൽ, അതായത് വലിയ പാത്രത്തിലെ വെളിച്ചെണ്ണയുടെ അളവ് എത്രയാണ്? 25.2 ലിറ്റർ അല്ലേ? 2 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇൻ ദി സ്മോൾ വെസൽ, ചെറിയ പാത്രത്തിലെ വെളിച്ചെണ്ണയുടെ അളവ് എത്രയായിരിക്കും? 25.2 ബൈ എത്ര പാത്രത്തിലേക്ക് ഈക്വലായിട്ട് ഒഴിച്ചു? 6 പാത്രത്തിലേക്ക് അല്ലേ? ബൈ 6 സീക്വൽ ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ രൂപം ഒന്ന് മാറ്റി എഴുതാം അല്ലേ? അതായത് 25.2 ബൈ 6നെ നാം എന്ത് ചെയ്യുന്നു? ഇൻറ്റു 1/6. ഇനി നാം എന്ത് ചെയ്യണം? 25.2 എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ആക്കണം അല്ലേ? അതായത് 252 ബൈ എത്രയോട് ഡിവൈഡ് ചെയ്യണം? ഒരു സ്ഥാനമാണ് അല്ലേ? അതുകൊണ്ട് 10 ഇൻറ്റു പിന്നെ ഏതാ ഉള്ളത്? 1/6. അപ്പം ഇനി എന്ത് ചെയ്യും നമ്മൾ? ആദ്യം 252നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? ആ കിട്ടുന്ന ഉത്തരത്തെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 252 ഹരിക്കണം 6 എത്ര വരും? 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 25 അല്ലേ? 25ൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം അല്ലേ? 6 4 6 4 24. ബാക്കി 1. അടുത്തത് ഇറക്കിട്ടു 2 12. 12 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 അല്ലേ? 6 ഇൻറ്റു 2 12 0. അപ്പോൾ നമുക്കിവിടെ എത്ര ഉത്തരം കിട്ടി? 252നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 42 ഉത്തരം കിട്ടി. ഇനി നാം എന്ത് വേണം? ബൈ 10 അല്ലേ? അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. അപ്പോൾ നമുക്ക് 4.2 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമ്മുടെ ഓരോ ചെറിയ പാത്രത്തിലും ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. അപ്പോൾ എന്താണ് നാലാമത്തെ ചോദ്യം? 33.6 കിലോ അരി 8 പേര് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തു. അതിൽ ഒരാൾക്ക് കിട്ടിയ അരി, അതായത് സുജാതക്ക് കിട്ടിയ അരി എന്ത് ചെയ്തു? സുജാത എന്ത് ചെയ്തു? ആ കിട്ടിയ അരിയെ 3ആയി വീണ്ടും ഭാഗിച്ചു. എന്നിട്ട് ഒരു ഭാഗം റസിയക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ റസിയക്ക് എത്ര അരി കിട്ടി എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം 33.6 കിലോ അരി എന്ത് ചെയ്തു? 8 പേര് ഡിവൈഡ് ചെയ്തു. അതിൽ കിട്ടിയ സുജാത എന്ത് ചെയ്തു? സുജാതക്ക് കിട്ടിയ ഓഹരിയിൽ നിന്ന് എന്ത് ചെയ്തു? അതിനെ 3 ആക്കിയിട്ട് ഒരു ഭാഗം റസിയക്ക് കൊടുത്തു.
അങ്ങനെയാണെങ്കിൽ റസിയക്ക് എത്ര അരി കിട്ടി എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ഇത് ചെയ്യണം. ആദ്യം സുജാതക്ക് എത്ര അരി കിട്ടിയെന്ന് നമുക്ക് കാണണം. അതിനുശേഷം സുജാത അതിനെ 3 ആക്കി ഭാഗിച്ചു, എന്നിട്ട് റസിയക്ക് കിട്ടിയ അരി എത്രയാണെന്ന് കാണണം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ്, അതായത് ആകെയുള്ള അരി. ആകെ എത്ര അരി ഉണ്ട്? 33.6 കിലോഗ്രാം അല്ലേ. ഇതാണ് ആകെയുള്ള അരി. ഇനി ക്വാണ്ടിറ്റി ഓഫ് റൈസ് ദാറ്റ് സുജാത ഗോട്ട്. സുജാതക്ക് ഇതിൽ നിന്ന് എത്ര അരി കിട്ടി? ഈ 33.6 കിലോഗ്രാം അരിയെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? ആദ്യം 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പോൾ ബൈ 8. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് സുജാതക്ക് കിട്ടിയ അരി എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇതിനെ 33.6 ബൈ 8 ഇൻറ്റു 1/8 അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 33.6 336 ബൈ 10 അല്ലേ, ബൈ 10 ഇൻറ്റു ഈ 1/8. ഇനി നമ്മൾ എന്ത് ചെയ്യും? 336 ആദ്യം 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അതിനുശേഷം ആ കിട്ടിയ ഉത്തരത്തെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് 336 ഹരിക്കണം 8. 3 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ എത്രയാണ്? 33 അല്ല. 33 4 8 32. അപ്പോൾ 4 × 8 32. ബാക്കി 1 6 അരക്കിട്ടു. പിന്നെ 16 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 അല്ലേ. 2 × 8 16. അപ്പോൾ നമുക്ക് കിട്ടി 42. ഇനി നമ്മൾ എന്ത് വേണം? 42നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം വേണ്ടേ. നമ്മൾ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ടു. അപ്പോൾ സുജാതക്ക് എത്ര കിലോ അരി കിട്ടി? 4.2 കിലോ അരി സുജാതക്ക് കിട്ടി. ഈ കിട്ടിയ അരി സുജാത എന്ത് ചെയ്തു? അതിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തു അല്ലേ. എന്നിട്ട് അതിലൊരു ഭാഗമാണ് റസിയാക്ക് കൊടുത്തത്. അപ്പോൾ നമുക്ക് എഴുതാം ക്വാണ്ടിറ്റി ഓഫ് റൈസ് ദാറ്റ് റസിയ ഗോട്ട്. അതായത് റസിയാക്ക് കിട്ടിയ അരി എത്ര അരി കിട്ടി? ഈ 4.2നെ 3 ആക്കി ഡിവൈഡ് ചെയ്തു അല്ലേ സുജാത. അപ്പോൾ നമുക്ക് 4.2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം? അതിനെ 4.2 ബൈ 3നെ ഇൻറ്റു 1/3. ഇനി നമ്മൾ എന്ത് വേണം? 4.2നെ ഫ്രാക്ഷൻ ആക്കണം അല്ലേ. അപ്പോൾ 42 ബൈ 10 ഇൻറ്റു 1/3. അപ്പോൾ നമുക്ക് ആദ്യം 42നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 42 ഹരിക്കണം 3 ഒരു പ്രാവശ്യം. 1 × 3 3 1 2 അരക്കിട്ടു. 4 പ്രാവശ്യം 4 × 3 12 അല്ലേ. അപ്പോൾ 14. അപ്പോൾ 42നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 14 കിട്ടും. ഇനി എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 1 പോയിന്റ് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. 1.4. അപ്പോൾ റസിയാക്ക് 1.4 കിലോഗ്രാം അരിയാണ് കിട്ടിയത്. മനസ്സിലായല്ലോ. ഇനി നമുക്കതിൽ 5ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ 5ാമത്തെ ചോദ്യം 7407 ഹരിക്കണം 6. അതിൻ്റെ ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട് 1234.5. ഇനി അതിൻ്റെ താഴെ നമുക്ക് കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നമ്മൾ ഹരിച്ച് നോക്കാതെ തന്നെ ഉത്തരം എഴുതണം. അപ്പോൾ ഇതേ സംഖ്യകൾ തന്നെയാണ് ഇതിലുള്ളത് അല്ലേ. ഓർഡർ മാറാതെ അതേ സംഖ്യകൾ തന്നെയാണ്. അതായത് ഈ അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ ഈ ഉത്തരം തന്നെയാണ് കിട്ടുക. പിന്നെ എന്താണ് വ്യത്യാസം? ഇവിടെ പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നാം ഉത്തരം എഴുതണം. അപ്പോൾ ആദ്യം നോക്കിയാൽ 740.7 ഹരിക്കണം 6 അല്ലേ. അപ്പോൾ നമുക്കറിയാം ഉത്തരം ഇത് തന്നെയാണ് വരാം. ഇവിടെ പോയിന്റിൽ മാറ്റം വരും. ഇവിടെ നോക്കി ഇവിടെ എത്ര സ്ഥാനമുണ്ട്? ദശാംശ സ്ഥാനം 1 അല്ലേ. 1 ആണുള്ളത്. അതുകൊണ്ട് ഉത്തരത്തിൽ എത്ര വേണം? ഒരു സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇടണം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. ഇവ ഹരിച്ചാലുള്ള ഉത്തരം ഇതാണ്. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ പോയിന്റ് ഉണ്ട്. അപ്പോൾ നാം എന്ത് വേണം? ഇവിടെ നിന്ന് ഒരു സ്ഥാനം കൂടി ഇങ്ങോട്ട് നീക്കി കുത്തിടണം. അതായത് 123.45. ഇനി അടുത്തത് 74.07 ഹരിക്കണം 6. ഇവിടെ നോക്കിയാൽ ദശാംശ സ്ഥാനത്ത് എത്ര അക്കങ്ങളുണ്ട്? 1 2 അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരത്തിലും 2 എണ്ണം നീങ്ങണം. അപ്പോൾ 2 എണ്ണം നീങ്ങണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1 2 നീക്കി. അപ്പോൾ 12.345. ഇനി അടുത്തത് ഇവിടെ ദശാംശ സ്ഥാനത്ത് 3 അക്കങ്ങളുണ്ട്. അപ്പോൾ എന്ത് വേണം? ഇവിടെ നിന്ന് 1 2 3. അപ്പോൾ 1.2345. ഇവിടെ ഈ പോയിന്റ് ഇല്ലെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇവിടെ നിന്ന് അറ്റത്ത് നിന്നാണ് എടുക്കേണ്ടത്.
മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇത് അടുത്ത് നോക്കിയാൽ 1 2 3 4 അല്ലേ? അപ്പോൾ 4 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 1 2 3 4. അപ്പോൾ എന്ത് വരും? 0.1234 5. ഇനി അടുത്തത് ഇവിടെ നോക്കിയാൽ 1 2 3 4 5. ഇവിടെ 5 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 5 എണ്ണം മാറണം. അപ്പോൾ 1 2 3 4 ഉള്ളൂ. അപ്പോൾ നമ്മൾ 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 0.01234 5. അപ്പോൾ ഇത് ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ഭാഗം ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇനി നാം പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ, അതായത് ഭിന്നവും ദശാംശവും. നമുക്ക് ഒരു ഫ്രാക്ഷനെ എങ്ങനെയാണ് ഡെസിമൽ ഫോമിൽ എഴുതാൻ നമ്മൾ പഠിച്ചു അല്ലേ? അതായത് ഒരു ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിൽ എഴുതാൻ നമുക്കറിയാം. ഇപ്പോൾ 1/10 ആണെങ്കിൽ നാം എങ്ങനെ എഴുതും? ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിൽ എഴുതണമെങ്കിൽ ഇവിടെ ഒരു പൂജ്യമാണ്, അതുകൊണ്ട് ഒരു സ്ഥാനം നീക്കുമ്പോൾ പോയിന്റ് ഇടും അല്ലേ? അപ്പോൾ 0.1. അപ്പോൾ 1/10 പകരം 1/5 ആണെങ്കിലോ നാം എങ്ങനെ എഴുതും? അപ്പോൾ അതാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാര്യം ചെയ്യും, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 80 ഒന്ന് എടുക്കുക. 80 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ചെയ്യുമ്പോൾ വേഗം ഇത് മനസ്സിലാവും. അതിൽ ഒന്നാമത്തെ ചോദ്യം 3/5. ഇത് ഭിന്നസംഖ്യാ രൂപത്തിലാണ് അല്ലേ? ഇതിനെ നാം ഒന്ന് എന്താക്കണം? ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ 3/10 ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ 0.3 എന്ന് എഴുതാമായിരുന്നു അല്ലേ? ഇനി 100 ആണെങ്കിലോ 0.03 എന്ന് എഴുതാം അല്ലേ? അതായത് 10 100 1000 അല്ലെങ്കിൽ 10000 ഇങ്ങനെയുള്ള സംഖ്യകൾ വന്നാൽ നമുക്ക് ആ പൂജ്യത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ പോയിന്റ് മാറ്റി ഇട്ടാൽ മതി അല്ലേ? പക്ഷേ ഇവിടെ 5 വന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. നാം എന്ത് കാട്ടണതിനെ? ഇതിനെ നമുക്ക് തൊട്ടടുത്ത വലിയ ഒന്നുകിൽ 10ലേക്ക് അല്ലെങ്കിൽ 100ലേക്ക് അല്ലെങ്കിൽ 1000ലേക്ക്, ഏതാണ് തൊട്ടടുത്തത് അതിലേക്ക് നാം മാറ്റണം. ഏതിനെ? ഈ ഛേദത്തെ, അതായത് ഡിനോമിനേറ്ററിനെ തൊട്ടടുത്ത് കിട്ടുന്ന ഏതാണ്? അപ്പോൾ 10 കിട്ടണമെങ്കിൽ 10ലേക്ക് മാറ്റാം, 100 ആണെങ്കിൽ 100ലേക്ക് മാറ്റാം, 1000 ആണെങ്കിൽ 1000ലേക്ക് മാറ്റാം. ഇതാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 3/5നെ നമുക്ക് 10 ആക്കണം. എന്ത് വേണം? 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? 5നെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. അപ്പോൾ × 2. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അംശവും ഛേദവും ഉള്ളപ്പോൾ ഒരാൾക്ക് മാത്രം ഒന്നും കൊടുത്താൽ പറ്റില്ല. നാം എന്ത് വേണം? അപ്പോൾ ഉടനടി മുകളിലുള്ള ആൾക്കും കൊടുക്കണത്. മുകളിൽ എന്ത് ചെയ്യുന്നോ എന്ന് നമ്മൾ അടിയിൽ ചെയ്യണം, അല്ലെങ്കിൽ അടിയിൽ എന്ത് ചെയ്യുന്നോ എന്ന് നമ്മൾ മുകളിൽ ചെയ്യണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ആവശ്യം 10 ആക്കാൻ വേണ്ടി നാം അടിയിൽ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഉടനടി എന്ത് ചെയ്യണം? മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്കിവിടെ എന്ത് വന്നു? 3/5നെ 2/2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ പിന്നെ എന്ത് കിട്ടും നോക്കിയേ? 3 × 2 6 5 × 2 10 അല്ലേ? അപ്പോൾ നമുക്ക് അടിയിൽ 10 കിട്ടി. ഇനി ഈസി അല്ലേ? 6നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 0.6, ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു. മനസ്സിലാവുന്നില്ലേ? നമുക്ക് രണ്ടാമത്തെ ഒന്ന് ചെയ്ത് നോക്കാം. 4/5. അപ്പോൾ എന്ത് വേണം? നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ 4/5നെ ഇൻറ്റു 5നെ നമുക്ക് 10 ആക്കാൻ പറ്റും അല്ലേ? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെയും മുകളിലും 2 കൊണ്ട് ഗുണിക്കുക, അതായത് ഇൻറ്റു 2/2. അപ്പോൾ 4 × 2 8 5 × 2 10. അപ്പോൾ എന്തോന്നു ഉത്തരം? 0.8. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. 1/20. അപ്പോൾ നമ്മൾ 1/20 എന്ത് വേണം? 1/20. ഇവിടെ പ്രശ്നമുണ്ട്. എന്താണ്? 20നെ നമുക്ക് 10ലേക്ക് മാറ്റാൻ പറ്റില്ല അല്ലേ? 20 വലുത്. അപ്പോൾ 10ലേക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെന്താണ്? അടുത്ത സംഖ്യ ഏതാണ്? 100. അപ്പോൾ 100ലേക്ക് മാറ്റണം. നമ്മൾ 20നെ 100ലേക്ക് മാറ്റാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം അല്ലേ? 5 × 20 100. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇതിനെ മുകൾ ഭാഗവും 5 കൊണ്ട് ഗുണിക്കുക, അടിഭാഗത്തെയും 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇത് നമ്മൾ 100 ആക്കുന്നത്. മനസ്സിലാവില്ലേ? അപ്പോൾ 1 × 5 5 20 × 5 100 ഈക്വൽ ടു 100 കൊണ്ട് ഹരിക്കാൻ എന്ത് വേണം? 2 സ്ഥാനം വേണം അല്ലേ? അപ്പോൾ ഒരു 0 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. 0.5. ഇനി നാലാമത്തത് ഏതാണ്? 7/8. ഇതിനെങ്ങനെ എഴുതാം? 7/8 ഇൻറ്റു 8നെ നമുക്ക് 10ലേക്ക് മാറ്റാൻ പറ്റില്ല.
8നെ 100ലേക്ക് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. എന്താണ്? 8ൻ്റെ ഒരു ഗുണിതം ഒരു മൾട്ടിപ്പിൾ അല്ല 100. 100നെ നമുക്ക് 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സംശയമുണ്ടോ? ചെയ്ത് നോക്കിയേ. 100 ഹരിക്കണം 8. 10 ഒന്നിൽ പോകില്ല, 10ൽ ഒരു പ്രാവശ്യം 1 × 8 8 അല്ലേ? ബാക്കി 2 0 കിട്ടു 20. ഇനി എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം അല്ലേ? 2 × 8 16. ഇനി 4. ഇനി ഇറക്കിടാൻ ആരുമില്ല. അപ്പോൾ നമ്മുടെ 0 ചേർക്കണം. പക്ഷേ ഇവിടെ എന്ത് വേണം? പോയിന്റ് വരും അല്ലേ? അപ്പോൾ ഇവിടെ പോയിന്റ് വന്നു. അതായത് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 8നെ 100 ആക്കാൻ പറ്റില്ല. പിന്നെ എന്താക്കി മാറ്റേണ്ടി വരും? 1000ലേക്ക് മാറ്റണം. അപ്പോൾ 1000ലേക്ക് മാറ്റാൻ 8നെ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും? നമ്മൾ ഹരിച്ചു നോക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ഒരു പണി ചെയ്യാം. ഇവിടെ ഇതുമെന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? ഇത് നമുക്കൊരു 0 കൂടി ചേർക്കാം. അപ്പോൾ 1000 ആക്കിനെ. ഓക്കെ, ഈ പോയിന്റ് മാച്ചറിയാം. ഇനി നോക്കിയേ. അപ്പോൾ ഇവിടെ വരെയൊക്കെ ഈക്വൽ ശരിയാണ്. പിന്നെ നമ്മൾ 40 ഇട്ടു അല്ലേ? 0 കൂടി ഇറക്കി ഇട്ടു. അപ്പോൾ ഇവിടെ പോയിന്റ് വേണ്ട. ഇവിടെ ഒരു 0 ഉള്ളതുകൊണ്ട് നമ്മൾ ആ 0 ഇറക്കിയിട്ടത്. അപ്പോൾ ഇനി 40ൽ 8 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം അല്ലേ? 8 × 5 40. അപ്പോൾ 1000ൽ 8 എത്ര പ്രാവശ്യം പോവും? 125 പ്രാവശ്യം. അതായത് 8നെ 125 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 1000 കിട്ടും. അപ്പോൾ മുകളിലും നമുക്ക് 125 കൊണ്ട് ഗുണിക്കണം, അടിയിലും 125 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 7 × 125 എത്ര വരും? 5 7 8 അല്ലേ? 8 ബൈ. ഇനി 8 × 125 നമുക്കറിയാം 1000 അല്ലേ? 1000 ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത്. അപ്പോൾ 875/1000. അപ്പോൾ 875/1000 നമ്മൾ എന്ത് വേണം? ഇവിടെ 3 0 ഉണ്ട്, 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണം അല്ലേ? അതായത് 0.875. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 8 വന്നാൽ 125 കൊണ്ട് ഗുണിക്കേണ്ടത് അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വേണ്ട. സാധാരണ സ്ഥിരമായി ചോദിക്കുന്ന സംഖ്യകളാണ്. ഇപ്പോൾ ഏതൊക്കെ? ഇപ്പോൾ 5നെ നമുക്ക് എളുപ്പത്തിൽ 10 ആക്കാൻ പറ്റും അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നതാണ് 20. 20നെ നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 ആക്കാൻ പറ്റും അല്ലേ? അതുപോലെ 25 ചോദിക്കാറുണ്ട്. 25നെ നമുക്ക് 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 100 ആക്കാൻ പറ്റും. പിന്നെ ചോദിക്കും 8നെ നമുക്ക് 125 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1000 ആക്കാം. അപ്പോൾ ഇതിനെ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 10 ആക്കുക, അല്ലെങ്കിൽ 100 ആക്കുക, അല്ലെങ്കിൽ 1000 ആക്കുക എന്നുള്ള പ്രത്യേകം നമ്മൾ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ രണ്ടാമത്തെ ചോദ്യം, 3 ലിറ്റർ പാല് ഈക്വൽ അളവിൽ എന്ത് ചെയ്തു? 8 കുപ്പികളിലായിട്ട് 8 ബോട്ടിലായിട്ട് നിറച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കുപ്പിയിൽ എത്ര പാലുണ്ടാകും? അപ്പോൾ 3 ലിറ്റർ പാലാണ്, 3നെ 8 ബോട്ടിലാണ് അല്ലേ? 3/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്, അതായത് ആകെയുള്ള പാലിൻ്റെ അളവ് എത്രയാണ്? 3 ലിറ്റർ അല്ലേ? 3 ലിറ്റർ പാലാണുള്ളത്. ഇനി ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ, അങ്ങനെയാണെങ്കിൽ ഓരോ ബോട്ടിലും ഓരോ കുപ്പിയിൽ കൊള്ളുന്ന പാലിൻ്റെ അളവ് എത്ര കുപ്പിയിലാണ് നിറച്ചത്? 3/8 കുപ്പികളിൽ അല്ലേ? അപ്പോൾ 3/8. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അടിയിൽ 8 ആണ് അല്ലേ? അപ്പോൾ ഒന്നുകിൽ നമുക്ക് 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 അതിലേക്ക് മാറ്റണം അല്ലേ? ഏതാണോ തൊട്ടടുത്ത സംഖ്യ അതിലേക്കാണ് നാം മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കി എഴുതാം? 3/8നെ നമുക്ക് 10 ആക്കാൻ പറ്റില്ല അല്ലേ? 8ൻ്റെ ഗുണിതല്ല 10. പിന്നെയോ 100 ആക്കാനും പറ്റില്ല. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത കണക്കിൽ പറഞ്ഞല്ലേ, വിശദമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഏതാക്കാനേ പറ്റുള്ളൂ? 1000 ആക്കാനേ പറ്റുള്ളൂ. അപ്പോൾ 1000 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 125 ഉണ്ട് അല്ലേ? അപ്പോൾ നാം പ്രത്യേകം പറഞ്ഞു, നോട്ട് ചെയ്ത് വെക്കേണ്ട സംഖ്യകൾ ഏതൊക്കെ എന്ന് പറഞ്ഞു അല്ലേ? അതായത് സാധാരണ ചോദിക്കാറ് ഏതൊക്കെയാണ്? 2 4 പിന്നെ 5 പിന്നെ 20 25 അല്ലേ? പിന്നെ 8. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉത്തരം എഴുതാം. അപ്പോൾ ഇവിടെ 8 വന്നിട്ടുള്ളത്. നാം നേരത്തെ പറഞ്ഞു 8ന് എന്ത് വേണം? 125 കൊണ്ടാണ് ഗുണിക്കേണ്ടത് അല്ലേ? അപ്പം മുകളിൽ 125 കൊണ്ട് ഗുണിക്കുക, ബൈ അടിയിൽ 125 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇത് സംശയമുള്ളവർ ഇതിൽ തൊട്ട് മുമ്പ് ചെയ്ത കണക്കൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 3 × 125 എത്രയാണ്? 125 × 3 6 7 3 അല്ലേ? 375. അപ്പോൾ നമുക്ക് 375 ബൈ 8 × 125 1000 നമുക്കറിയാം അല്ലേ? 1000 നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. 1000. ഇനി നമുക്ക് എന്ത് വേണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 1 2 3 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണം. അപ്പോൾ ഇവിടെ പോയിന്റ് വരും. അപ്പോൾ നമുക്ക് 0.375 അത്ര ലിറ്റർ പാലാണ് എവിടെ കൊള്ളുക? ചെറിയ കുപ്പിയിൽ കൊള്ളുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? 17 മീറ്റർ നീളമുള്ള ഒരു റോപ്പ്, അതിനെ 25 ഈക്വൽ ഭാഗങ്ങളാക്കി. അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണത്തിന്റെ നീളം എത്രയായിരിക്കും? നമുക്കറിയാം 17 മീറ്റർ ആണ് ടോട്ടൽ നീളം, അതിനെ നാം 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ ലെങ്ത് ഓഫ് റോപ്പ്, അതായത് കയറിന്റെ ആകെ നീളം. എത്രയാണ് കയറിന്റെ ആകെ നീളം? 17 മീറ്റർ അല്ലേ, 17 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് സ്മോൾ പീസ്, ചെറിയ കഷ്ണത്തിന്റെ നീളം എത്ര കഷ്ണങ്ങളാക്കി? 25 കഷ്ണങ്ങളാക്കി അല്ലേ. അപ്പോൾ 17/25 ഈക്വൽ ടു 17/25. 25നെ നമുക്ക് 10 ആക്കാൻ പറ്റില്ല അല്ലേ, 100 ആക്കാൻ പറ്റുമോ? പറ്റും അല്ലേ. 25 × 4 ആണ് 100. അപ്പോൾ നമുക്ക് ഇൻറ്റു 4/4 അല്ലേ, ഇതിനെ മാത്രം ഗുണിച്ചാൽ പോലെ ഇതിനെയും ഗുണിക്കണം. അപ്പോൾ എന്ത് വരും? 7 × 4 28, 4 2 6. അപ്പോൾ 68/25 × 4 എത്രയാണ്? 100. നമ്മൾ 100 ആക്കിയതിനെ. അപ്പോൾ 68/100 എത്രയാണ്? 2 0 ഉണ്ട്, 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടുക അല്ലേ. അപ്പോൾ 0.68 ഈക്വൽ ടു 0.68 മീറ്റർ. ഇതായിരിക്കും ഒരു കഷ്ണത്തിൻ്റെ നീളം. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ചോദ്യം 19 കിലോഗ്രാം അരി എത്ര പേർക്ക്? 20 പേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടി? അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ഒരേ ടൈപ്പ് ചോദ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ 19 കിലോഗ്രാം അരിയെ നമ്മൾ എന്ത് വേണം? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം /20. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് അല്ലേ, ആകെയുള്ള അരിയുടെ അളവ് എത്ര കിലോഗ്രാം അരി ആയിരുന്നു? 19 കിലോഗ്രാം അരി. റൈസ് പെർ പേഴ്സൺ, അതായത് അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര അരി കിട്ടും? 19നെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തു? 20 പേർക്ക് അല്ലേ. അപ്പോൾ 19/20. അപ്പോൾ നമ്മളിവിടെ എന്ത് വേണം? 20നെ 10 ആക്കാം അല്ലെങ്കിൽ 100 ആക്കാം അല്ലേ. ഏത് 10 ആവില്ല, അപ്പോൾ പിന്നെ എന്താക്കണം? 100 ആക്കാൻ പറ്റും 20നെ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ 100 ആക്കാം? 19/20. 20നെ എത്ര കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് അല്ലേ. 5 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 100 കിട്ടുക. 100 കിട്ടുക അല്ലേ. അപ്പോൾ ഇൻറ്റു 5/5. 19 × 5 എത്രയാണ്? 95 അല്ലേ. 95/20 × 5 100. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടി? 2 സ്ഥാനം നീക്കി പോയിന്റ് ആണ് അല്ലേ. 0.95 കിലോഗ്രാം. അപ്പോൾ ഓരോരുത്തർക്ക് എത്ര കിലോഗ്രാം വരെ കിട്ടി? 0.95 കിലോഗ്രാം വെച്ച് കിട്ടി. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഇത്രയും സംഖ്യകളാണ് സാധാരണ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക. അതായത് 2 തന്നിട്ടുണ്ടെങ്കിൽ 5 കൊണ്ട് ഗുണിച്ചാൽ 10 ആയി, അല്ലെങ്കിൽ 5 എന്നാൽ 2 കൊണ്ട് ഗുണിക്കുക അല്ലേ, 10 ആക്കാൻ. പിന്നെ ഒരുപക്ഷെ 4 ആണെങ്കിൽ നമ്മൾ 25 കൊണ്ട് ഗുണിക്കുക, 25 ആണെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 100 കിട്ടും. പിന്നെയോ 5 ആണെങ്കിൽ 20 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 100 കിട്ടും, അല്ലെങ്കിൽ 20 ആണെങ്കിൽ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 100 കിട്ടും. പിന്നെ 8 ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8നെ 125 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 1000 കിട്ടും അല്ലേ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കണക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് ഇങ്ങനെ ഗുണിച്ച് കൂട്ടിയിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ